ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്രാടത്തിനായിട്ട് എനിക്ക് കിട്ടിയൊരു പണിയാണ് കേട്ടോ ഈ പാറ്റകൾ നിറച്ചും പൊടിഞ്ഞിട്ടുള്ളത്. വീടൊക്കെ വൃത്തിയാക്കി ഓണത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് ഉത്രാടത്തിനായിട്ട് പ്രത്യേകിച്ച് പണികളൊന്നും വേണ്ട, ഓണത്തിനുള്ള ഒരുക്കങ്ങൾ മാത്രം ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ഇങ്ങനൊരു പണി എനിക്ക് കിട്ടിയത്. ഇന്നലെ രാത്രി മഴ പെയ്യുന്ന പോലെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു വീട്ടിൻ്റെ ഉള്ളിൽ. രാത്രി നീച്ച് നോക്കുമ്പോൾ ആകെ പാറ്റകളായിരുന്നു. വീട്ടിലെ അമ്മയും മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ബാത്റൂമിൽ പോകുമ്പോൾ ഇനി ഇരിടത്ത് മക്കളായാലും അവർക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിരിക്കും ആകെ ഇരുടായി കഴിഞ്ഞാൽ. പിന്നെ അമ്മ ഇനി തട്ടിത്തടഞ്ഞ് വീഴണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് രാത്രി എപ്പോഴും ഡൈനിങ് റൂമിൽ ലൈറ്റ് ഇട്ടിട്ടാണ് കിടക്കാറുള്ളത്. അപ്പോൾ ആകെപ്പാടെ പാറ്റ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് മുറ്റത്തേക്കുള്ള ലൈറ്റ് ഇട്ടപ്പോഴാട്ടോ ആ പാറ്റകൾ കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. രാത്രി കിടക്കുന്ന പായൊക്കെ ഒന്നും കൂടി കുടഞ്ഞിട്ട് രണ്ടാമത് മക്കളൊക്കെ നീപ്പിക്കേണ്ടി വന്ന്. കാരണം ആകെ പാറ്റ പാറി ചെവിയിലൊക്കെ കയറി ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ നീച്ച വയ്ക്ക് ആദ്യം തന്നെ ഇത് വൃത്തിയാക്കാനാണ് നിന്നത്. അകമൊന്നും വൃത്തിയാക്കാൻ നിന്നില്ല. ഈ മുറ്റത്തുള്ളത് വേഗം ഒന്ന് അടിച്ച് കളയാമെന്ന് വിചാരിച്ചേ. കാരണം ഇവിടുത്തെ ലൈറ്റ് ഇന്നലെ രാത്രി ഏട്ടന് പാറ്റ പോകാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചുമര് തേക്കാത്തതുകൊണ്ട് തന്നെ എങ്ങോട്ടേക്ക് മഴവെള്ളവും അതുപോലെ മേലെ ടെറസിൽ നിന്ന് വരുന്ന വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ടാർപ്പായി കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി അവിടെയൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നത്. പിന്നെ ഇങ്ങനെ വലിയ രീതിയിലൊന്നുമില്ല, ഇന്ന് ഓട്സാണ് ഉണ്ടാക്കുന്നത്. മക്കൾക്കായാലും അമ്മയ്ക്കായാലും ഒക്കെ ഓട്സ് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഇപ്പം അധികം ഓട്സൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ മക്കൾക്കും അത് ഇഷ്ടമായതുകൊണ്ട് രാവിലെ അതാക്കാമെന്ന് വിചാരിച്ച്. ഏട്ടന് പിന്നെ ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ എന്തായാലും കുഴപ്പമില്ല. ബാക്കി ചിലവ് 10 മണിക്കായാലും ഉച്ചക്കായാലൊക്കെ പണി സൈറ്റിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ രാവിലെ അങ്ങനെ കറി കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട, കുറച്ച് വൈകി ഉണ്ടാക്കിയാലും മതി. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ ഈ ഒരു ഭാഗം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത്. അപ്പോൾ അതാ ഇവിടെ പ്ലാസ്റ്റിക്കിലും ചുമരിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല തൂങ്ങി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഇത് അടിച്ചാൽ എന്തായാലും ഇവിടെ നനവും കൂടി ഇല്ലോണ്ട് പോകില്ല. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കഴുകി കളയുന്നത്. അങ്ങനെ ഇവിടെ മൊത്തം കഴുകി കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അകം വൃത്തിയാക്കാൻ വേണ്ടി നിന്നത്. കർക്കിടകത്തിന് അന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ കുറേ ദിവസത്തിന് ശേഷം കേട്ടോ വീട് ക്ലീൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നത്. അതിൻ്റെ എല്ലാം ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ഡൈനിങ് റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സമാധാനത്തിലിരിക്കുമ്പോഴാണ് രണ്ടാമതും ഈ പണി കിട്ടിയോണ്ട് ഒന്നുകൂടിയും പോയിട്ട് വീട് മൊത്തം വൃത്തിയാക്കേണ്ടതായിട്ട് വന്നു. ജനലിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാറ്റച്ചിറക്കുണ്ട്. ഇതിനിപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ വൃത്തിയാക്കിയാലും ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം അടിച്ചു വരുമ്പോഴൊക്കെ എവിടെന്നെങ്കിലും ഈ പാറ്റച്ചിറക്ക് ഇങ്ങനെ വന്നുകൊണ്ട് കിട്ടും. എവിടെ നിന്നാണെന്ന് അറിയില്ല. അത്രയും മുക്കും മൂലയൊക്കെ വൃത്തിയാക്കിയാലും എങ്ങനെയെങ്കിലും 1-2 ചിറpraco നമുക്കിനി ഡെയിലി അടിച്ചു വരുമ്പോൾ കിട്ടും. ഇവിടെയൊക്കെ വൃത്തിയാക്കി ഇട്ടിരുന്നു. അപ്പോൾ ജനലിൻ്റെ സൈഡിലും ഒക്കെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പാറി കിടക്കുന്നതും ഒരു വൃത്തികേടാണ്. പിന്നെ അത് മാത്രമല്ല ചിലതിനൊക്കെ ഇപ്പോഴും ജീവനുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ചെവിയിലോ ഒക്കെ കയറിക്കഴിഞ്ഞാൽ അതും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേഗം അവിടെയൊക്കെ പിന്നെ രണ്ടാമതും വലിച്ചിട്ടിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ എന്താ ജനൽ ഭാഗത്തെ എല്ലാ ചിറകും കാര്യങ്ങളൊക്കെ തട്ടി താഴെ ഇട്ടതിന് ശേഷം വേഗം കുട്ടികളുടെ ബുക്ക് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു കവറിലാക്കിയിട്ട് തന്നെ വെച്ചേ. കാരണം തനിക്കുട്ടിക്ക് ഇപ്പോൾ ഡെയിലി ഡയറി എഴുതണം. ക്ലാസ്സിലേക്ക് പോകുന്നില്ലെങ്കിലും ഡയറി എന്തായാലും ഡെയിലി എഴുതണം. അപ്പോൾ അതൊക്കെ ഒരു കവറിലാക്കിയിട്ട് തന്നെ വെച്ചേ. പിന്നെ അമ്മേൻ്റെ കുറച്ച് ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോകുമ്പോൾ എടുക്കാൻ എളുപ്പത്തിന് ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം പായൊക്കെ മടക്കി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി വിരിച്ചതായതുകൊണ്ട് തന്നെ മാറ്റാനൊന്നും നിന്നില്ല. അങ്ങനെ താഴെ അടിച്ചു വരി എടുക്കുകയാണ് കേട്ടോ. പാറ്റച്ചിറകിന് പുറമെ മക്കളാണെങ്കിൽ ഓരോ കടലാസായിട്ട് ഇപ്പോൾ കീറി ഇടുന്നുണ്ട്. ഓരോ കളികളൊക്കെയാണ് ഓരോ ദിവസം. മഴയൊക്കെ ആയതുകൊണ്ട് എന്തായാലും പുറത്തിറങ്ങിയും കളിക്കാൻ പറ്റൂല. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നല്ല മഴയുണ്ട്. ഇപ്പോൾ നബിദിനും തിരുവോണവും ഒക്കെ മഴ കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്. എന്നൊക്കെയാണെങ്കിൽ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ റൂമൊക്കെ വൃത്തിയാക്കി വന്ന് മുകൾ ഭാഗം അടിച്ചു വരാൻ വേണ്ടി പോയപ്പോഴേക്കും
മക്കളോട് കോർട്ട്യാർഡിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവിടെയൊക്കെ നിറച്ചും പാറ്റച്ചിറകുണ്ട്. മുകളിലേക്ക് അധികം അങ്ങനെ പാറ്റച്ചിറകും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സാധാ അടിച്ചു വരുന്ന പോലെ പൊടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അതൊരു അനുഗ്രഹമായി. കാരണം തുണിയും കാര്യങ്ങളൊക്കെ വെക്കുക മേലെയാണ്. മക്കളെ യൂണിഫോം ആയാലും നല്ല ഡ്രസ്സും ഒക്കെ മേലെയല്ലത്. അപ്പോൾ അവിടെയൊക്കെ ആകെ പാറ്റ വന്നു കഴിഞ്ഞാൽ ശരിക്കും നല്ല ബുദ്ധിമുട്ടേനെ. അങ്ങനെ കല്ലും കാര്യങ്ങളൊക്കെ അവർ മാറ്റി വെച്ചതിന് ശേഷം മേറ്റ് ഞാനാട്ടോ മാറ്റുന്നത്. കാരണം ഇതിൽ ചെറിയ രീതിയിൽ എന്തായാലും പൊടി ഉണ്ടാവും. ഇതിപ്പോൾ 3 ദിവസം കൂടുമ്പോൾ എന്തായാലും മാറ്റേണ്ടതാണ്. അപ്പോൾ പാറ്റച്ചിറക് പൊടിഞ്ഞാലും ഇല്ലെങ്കിൽ ഇന്ന് എന്തായാലും ഇത് മാറ്റണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. അപ്പോൾ അത് മക്കളങ്ങോട്ട് മാറ്റിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അവരോട് ഞാൻ മാറ്റിക്കോളാം എന്ന് പറഞ്ഞേ. അങ്ങനെ അവരെ മാറ്റി നിർത്തിയതിന് ശേഷം മേറ്റൊക്കെ മാറ്റി അതൊക്കെ വിരിച്ചിട്ട് രണ്ടാമതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണേ. അപ്പോൾ തനിക്കുട്ടിയും കൺമണിക്കുട്ടിയും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ വിളിച്ചില്ല കേട്ടോ. കാരണം അവർ കല്ല് ഇട്ട് വെക്കുന്ന പോലെയല്ല, തിരിച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞാൽ ചിലപ്പോൾ ഒറ്റ ഇടലായിരിക്കും ഇടുക. അപ്പോൾ ഇത് ചിലപ്പം പൊട്ടിപ്പോവുകയൊക്കെ ചെയ്താലോ വിചാരിച്ചിട്ട് ഞാൻ അവരെ ഇതാക്കിയില്ല കേട്ടോ. അപ്പോൾ അത് 1-2 എണ്ണത്തിന് ജീവനുണ്ട് കേട്ടോ. കടന്ന് അങ്ങനെ പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം അടിച്ചു വാരി കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ അമ്മ കിടക്കുന്നതുകൊണ്ട് തന്നെ അമ്മനെ ഒറ്റയ്ക്ക് മാറ്റി കിടത്താൻ പറ്റില്ല. എപ്പോഴും നമ്മളൊരു ശ്രദ്ധ വേണം. അപ്പം അമ്മ ഇവിടെ ഹാളിൽ കട്ടിലിട്ടിട്ട് തന്നെ അമ്മനെ കിടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഈ പാറ്റച്ചിറകൊക്കെ അടിച്ചു വാരി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതാണെങ്കിൽ വേഗം പാറി പോവുകയും ചെയ്യും. മെല്ലെ മെല്ലെ അടിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ അടിച്ചു വാരി അവിടെ തന്നെ പിന്നെ രണ്ടാമതും ഇത് പാറി ഉള്ളിക്കൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ മെല്ലെ എങ്ങനെയൊക്കെയൊക്കെയോ അടിച്ച് വാരിയൊക്കെ ഏകദേശം എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണെങ്കിൽ തനിക്കുട്ടിയാണെങ്കിൽ ഫാനും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീത്ത പറഞ്ഞിട്ട് ഫാനും ഞാൻ ഓഫാക്കി വെച്ചിട്ടാണ് കേട്ടോ ബാക്കി അടിച്ച് വാരി എടുത്തത്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് വേഗം അടിച്ച് കൂട്ടിക്കോ, അല്ലെങ്കിൽ ഇത് ഇനിയും പാറി ഉള്ളിലേക്ക് തന്നെ പോകുന്നുള്ളത്. പക്ഷേ എന്താ ചെയ്യാനാ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും അടിച്ച് വാരിയപ്പോഴും എനിക്ക് പാറ്റച്ചിറക് കിട്ടിയിട്ടോ. ഇനിയിപ്പം 3-4 ദിവസം വേറെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും പാറ്റച്ചിറക് എന്തായാലും ഉണ്ടാവും അടിച്ച് കളയാനായിട്ട്. അപ്പോൾ ഇന്ന് രാത്രി എന്തായാലും വേണ്ടില്ല, ഞാൻ ലൈറ്റൊന്നും ഇടുന്നില്ല. അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും വെളിച്ചെടുത്ത് വെച്ച് കൊടുക്കണം ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. കാരണം സ്വിച്ച് എന്തെങ്കിലും ഇടുന്ന വരെയെങ്കിലും നടന്ന് പോകണ്ടേ. അഥവാ ഊഞ്ഞാലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇനി തടഞ്ഞ് വീഴാതെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ലൈറ്റ് എന്തെങ്കിലും അമ്മൻ്റെ കയ്യിൽ ടോർച്ചോ കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അമ്മ കിടക്കുന്ന കട്ടിലൊക്കെ ഇഷ്ടം പോലെ പാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ആദ്യം വേഗം മാറ്റി. അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ എടുക്കലും പണിയെടുക്കലൊക്കെ കുറച്ച് സ്ലോ ആയി പോവും. അപ്പോൾ അതുകൊണ്ട് അത് വേഗം കുടഞ്ഞ് വിരിച്ചിട്ട് ആണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത്. അതാകുമ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ഒന്ന് കിടക്കണമെങ്കിലും സുഖമായി. മറ്റേത് ഒരുപാട് ടൈം ആവുമല്ലോ. അപ്പോൾ അതിൻ്റെ മേലൊക്കെ ഇഷ്ടംപോലെ പാറ്റച്ചിറക് ഉണ്ടായിരുന്നു. കാരണം വെളിച്ചമെല്ലാം കൊണ്ട് തന്നെ അധികം ഇവിടെ വീണിട്ടുണ്ടായത്. അങ്ങനെ അതൊക്കെ അടിച്ചു വാരി എടുത്ത് ഡൈനിങ് റൂമും ഒക്കെ വേഗം തട്ടിയെടുത്തിട്ടോ. അവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ട് ആകെ 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അവിടെ കുപ്പീൻ്റെ ഇടയിലും ഒക്കെ പാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തട്ടി എല്ലാം കൂടിയിട്ട് വൃത്തിയാക്കി എടുത്തേ. എന്നിട്ട് നേരെ പിന്നെ സിറ്റ് ഔട്ടിലേക്കാണ് വന്നത് കേട്ടോ. അകം തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിയത്. ഇവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. 2 പാത്തുമാണ് കൂടുതലായിട്ട് വന്നത്. കാരണം ലൈറ്റ് ഇട്ടപ്പോൾ എല്ലാം കൂടി പുറത്തേക്ക് വന്നുകൊണ്ട് ഇവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് പുറത്തായാലും വലിയ കുഴപ്പമില്ല. ഈ അകത്തുണ്ടാകുമ്പോഴാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വേഗം അടിച്ചെടുത്തതിന് ശേഷം ബാക്കി ഭാഗമൊക്കെ മഴ പെയ്തിട്ട് നനഞ്ഞെടുക്കണം. അപ്പോൾ അടിച്ചാൽ എന്തായാലും ഇത് പോവില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓസ് എടുത്തിട്ട് കഴുകി കളയാണ് ചെയ്തത്. അല്ലാതെ ഇത് അടിച്ചിട്ട് ചൂലിൽ കുടുങ്ങി അവിടെ തന്നെ ചിലതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു വൃത്തിയാവുന്നില്ല. പിന്നെ തുടക്കുകയാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഴുകിയെടുത്ത്. ഇപ്പോൾ ആണെങ്കിൽ മഴയ്ക്ക് ചെറിയൊരു കുറവുണ്ട്. അപ്പോൾ ഈ സമയത്ത് പണിയെടുക്കുകയാണെങ്കിൽ എളുപ്പമായിരുന്നു. അങ്ങനെ അതൊക്കെ അടിച്ചു വാരി കഴിഞ്ഞ് മേൽഭാഗമൊക്കെ തുടച്ചതിന് ശേഷം അതുപോലെ തന്നെ മുറ്റത്തതും ഞാൻ വെള്ളം അടിച്ച് കളയാണ് ചെയ്തത്. കാരണം അടിച്ചിട്ട് ഈ ഗ്യാപ്പിൻ്റെ സ്റ്റോൺ ഇട്ടതിൻ്റെ സൈഡിൽ നിന്നൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാൻ വെള്ളം അടിച്ചിട്ടാണ് കേട്ടോ കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. കൺമണിക്കുട്ടീൻ്റെ അടുത്ത് ഞാൻ മോട്ടർ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളം തീർന്നു പോയാലോ വിചാരിച്ചിട്ട്. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ കിണറ്റിൽ എന്തായാലും വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ വേഗമൊക്കെ അടിച്ച് കളഞ്ഞേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മുമ്പിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാനും ശ്രമിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.